കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ ഗവർണറുടെ പരിപാടി റദ്ദാക്കാൻ സംഘാടകരെ അറിയിച്ചുവെന്ന കേരള സർവകലാശാല രജിസ്ട്രാറുടെ വാദം പൊളിയുന്നു. സംഘാടകർക്ക് അറിയിപ്പ് ലഭിച്ചത് ഗവർണർ സെനറ്റ് ഹാളിൽ എത്തിയതിനു ശേഷം. പരിപാടി തുടങ്ങി 11 മിനിറ്റുകൾക്ക് ശേഷമാണ് ഹാൾ ക്യാൻസൽ ചെയ്ത ലെറ്റർ സംഘാടകർക്ക് ലഭിക്കുന്നത്. യൂണിവേഴ്സിറ്റി അധികൃതർ പത്മനാഭ സേവാ സമിതിക്ക് അയച്ച കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്കിംഗ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തും ചേർന്നുണ്ട്. പ്രശാന്ത്, ഗുരുതരമായൊരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റെന്തൊക്കെ റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്? വിഷ്ണു, കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാകുകയും യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ സെനറ്റ് ഹാളിലേക്ക് എത്തുകയും ചെയ്തു. തുടർന്ന് സെനറ്റ് ഹാളിൽ എത്തിയതിനു ശേഷം രജിസ്ട്രാർ മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു, അതിനുള്ള നിർദ്ദേശം നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് ഈ ചിത്രം മാറ്റണം എന്നതടക്കമുള്ള കാര്യങ്ങൾ സംഘാടകരുമായി സംസാരിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പരിപാടി റദ്ദാക്കാൻ റദ്ദാക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തെങ്കിൽ പോലും തുടർന്ന് പരിപാടിയുമായി മുന്നോട്ട് പോകുകയായിരുന്നു സംഘാടകർ. എന്നാൽ സംഘാടകർക്ക് കൃത്യമായ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് സംഘാടകർ പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ അതിൻ്റെ തെളിവുകൾ കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് ഗവർണർ എത്തിയതിനും ശേഷം 10 മിനിറ്റുകൾക്ക് ശേഷമാണ് ഹാൾ, അതായത് സെനറ്റ് ഹാൾ റദ്ദാക്കിക്കൊണ്ടുള്ളൊരു ലെറ്റർ സംഘാടക സമിതി ശ്രീ പത്മനാഭ സേവാ സമിതിക്ക് ലഭിക്കുന്നത്. അതായത് സെനറ്റ് ഹാളിൽ ഗവർണർ എത്തി പരിപാടി ആരംഭിക്കുന്നത്, ദേശീയഗാനം ആരംഭിക്കുന്നത് 6:18 ആ 6:18 ശേഷമാണ് പിന്നീടും 10 മിനിറ്റുകൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഇമെയിൽ വഴിയുള്ളൊരു അറിയിപ്പ്, അതായത് ഹാൾ റദ്ദാക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടൊരു അറിയിപ്പ് പത്മനാഭ സേവാ സമിതി എന്ന ഈ സംഘടന, ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘടനയ്ക്ക് ലഭിക്കുന്നത് പിന്നീടും 10 മിനിറ്റുകൾക്ക് ശേഷമാണ് ലഭിക്കുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ രജിസ്ട്രാറുടെ വാദങ്ങളെല്ലാം തെറ്റായ വാദങ്ങളാണ് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് സംഭവ സ്ഥലത്ത് തന്നെ ആ പരിപാടി നടക്കുമ്പോൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞതെല്ലാം തെറ്റായിരുന്ന വാദങ്ങൾ ആയിരുന്നുവെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ലെറ്ററും, അതായത് ഇമെയിലിൻ്റെ ലെറ്റർ അടക്കം നമുക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിലൂടെയാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാറിൻ്റെ വാദങ്ങളെല്ലാം പൊള്ളയായ വാദങ്ങളാണ് അദ്ദേഹം നിരത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലും നിരത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകുന്നത്. അതായത് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത് രജിസ്ട്രാർ എത്തുകയും പരിപാടി നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. അതേസമയത്ത് തന്നെയാണ് KSU പ്രവർത്തകരടക്കം അവിടെ പ്രക്ഷോഭമായി എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ സ്ഥലം ഒരു സംഘർഷഭരിതമായി മാറുന്നതിന് ഈ രജിസ്ട്രാറുടെ ഇടപെടൽ വലിയ രീതിയിൽ സ്വാധീനിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമായിരുന്നു, നേരത്തെ തന്നെ ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. അതായത് രജിസ്ട്രാർ ഈ സംഭവ സ്ഥലത്ത് എത്തിയതും, അതായത് 65,000 രൂപ കൊടുത്താണ് 3 തവണയായിട്ട് സംഘാടക സമിതി 65,000 രൂപ കൊടുത്താണ് ഹാള് ബുക്ക് ചെയ്യുന്നത്. ആ ഹാള് ബുക്ക് ചെയ്തതിൽ മതചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ ഈ യൂണിവേഴ്സിറ്റി അധികൃതർ വെച്ചെങ്കിൽ പോലും അവിടെ അത്തരത്തിൽ മതചിഹ്നമോ രാഷ്ട്രീയ ചിഹ്നമോ സമിതി പ്രസിഡന്റ് G. ഗിരീശൻ കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ ഗിരീശൻ, എന്തായാലും നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗവർണർ പരിപാടിക്ക് എത്തിയതിനു ശേഷമാണ് ഈ പരിപാടി റദ്ദാക്കി എന്നുള്ളൊരു അറിയിപ്പ് തന്നെ ആ സംഘാടകർക്ക് ലഭിക്കുന്നത്. ഇത്രത്തോളം ഒരു ഗുരുതരമായ ഒരു സംഭവത്തിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് വേണ്ട കരുതാൻ. തീർച്ചയായിട്ടും KS അനിൽകുമാർ എന്ന രജിസ്ട്രാർ പരിപാടികളുടെ സംഘാടകം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഗവർണർക്ക് പോയതിനു ശേഷം സ്റ്റേജിലേക്ക് വരികയും പത്രക്കാർ മനഃപൂർവ്വമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പരിപാടി ക്യാൻസൽ ചെയ്യുകയാണ്. ഭാരതാംബയുടെ ചിത്രം അവിടുന്ന് മാറ്റണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സംഘാടകർ എന്ന നിലയിൽ ഭാരതാംബയുടെ ചിത്രം മാറ്റുകയാണെങ്കിൽ പരിപാടി ഞങ്ങൾ നടത്തുകയില്ല എന്ന വ്യക്തമായ സ്റ്റാൻഡ് ഞങ്ങൾ കൊടുത്തു. അതിനനുസരിച്ചിട്ട് ഗവർണറെ ഞങ്ങൾ വിവരം അറിയിക്കുകയും ഗവർണർ 6:25 തന്നെ പരിപാടി സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ അനിൽകുമാർ അപ്പോൾ തന്നെ പറഞ്ഞു പരിപാടി ക്യാൻസൽ ചെയ്യുകയാണ്. പത്രക്കാര് ആ തരത്തിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, ചാനൽസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ അനിൽകുമാറിനോട്, രജിസ്ട്രാറോട്, ഞങ്ങൾക്ക് പരിപാടി ക്യാൻസൽ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇൻ റൈറ്റിംഗ് എന്തെങ്കിലും തരാൻ പറഞ്ഞു. അപ്പോൾ ഇൻ റൈറ്റിംഗ് ഒന്നും തന്നെ തന്നിട്ടില്ല. ആ നിലയിൽ ഞങ്ങൾ വെരിഫൈ ചെയ്തു. ഞങ്ങൾ അതിനനുസരിച്ച് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഗവർണറുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു 6:25 ഞങ്ങൾ അവിടെ എത്തും. 6:28 തന്നെ ദേശീയഗാനം പാടി
ആ പരിപാടി ആരംഭിക്കുകയും ചെയ്തു. പിന്നെ പരിപാടിക്ക് ശേഷം വെരിഫൈ ചെയ്തപ്പോഴാണ് 6:39 ടൈം വെച്ചിട്ട് അനിൽകുമാർ ഒപ്പിട്ട, രജിസ്ട്രാർ ഒപ്പിട്ട ഒരു ഇമെയിൽ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ ഇമെയിലിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. SFI അനുഭാവികളായിട്ടുള്ള സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ സമ്മർദ്ദം ഇതിനകത്ത് വ്യക്തമായി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് ഗവർണറെയും രാജ്ഭവനെയും സർവകലാശാലയും മൊത്തത്തിൽ അവഹേളിക്കുന്ന രീതിയിലാണ് രജിസ്ട്രാറുടെ നിലപാട്. ഇതിനെ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പരിപാടി സമ്പൂർണ്ണ വിജയമായിരുന്നു. സമ്പൂർണമായും നിയമപ്രകാരം ഞങ്ങൾക്ക് അവിടെ നടത്താൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യവുമുണ്ട്. യെസ്, വളരെയധികം നന്ദി ജി ഗിരീശൻ പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, എന്തായാലും ഗുരുതരമായൊരു വിഷയം തന്നെയാണ് ഈ പറയുന്നത് പോലെ പുറത്തു വരുന്നത്. നിർണായകമായ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇതിന് പിന്നിൽ എന്താണ്? ഒരുപക്ഷെ ഈ ഒരു പരിപാടിയെ അട്ടിമറിക്കുക എന്നതിലപ്പുറം ഗവർണർക്ക് നേരെയുള്ള ഒരു പരോക്ഷമായൊരു ആക്രമണം കൂടിയല്ലേ? വിഷ്ണു, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രക്ഷോഭവുമായി യൂണിവേഴ്സിറ്റി അങ്കണത്തിലെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ SFI DYFI പ്രവർത്തകരടക്കം കൂട്ടമായി യൂണിവേഴ്സിറ്റി കവാടത്തിന് മുന്നിലേക്ക് കവാടം അതിക്രമിച്ച് കയറിക്കൊണ്ട് യൂണിവേഴ്സിറ്റിക്ക് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് അവിടെ പ്രക്ഷോഭം തുടങ്ങുന്നത്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ആണ് രജിസ്ട്രാർ ഈ പരിപാടി നടക്കുന്ന സെനറ്റ് ഹാളിലേക്ക് എത്തിയത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരം സാഹചര്യങ്ങളിൽ അവിടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ ശാന്തമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട രജിസ്ട്രാർ ഇവിടെ പ്രശ്നം ആളിക്കത്തിക്കാൻ ശ്രമിച്ചു എന്നതാണ് പരാതിയായിട്ട് ഉയരുകയും ചെയ്തത്. നിരവധി തവണ, അതായത് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ അടക്കമുള്ള വലിയ മുതിർന്ന നേതാക്കളടക്കം ഇരിക്കുന്നൊരു സദസ്സിലേക്കാണ് ഈ രജിസ്ട്രാർ എത്തുകയും പരിപാടി നടത്താൻ കഴിയില്ല അല്ലെങ്കിൽ ഹാൾ ക്യാൻസൽ ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത്. അതായത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ 6:28 കൂടിയാണ് 6:25 കൂടിയാണ് 25-നാണ് ഗവർണർ ആ വേദിയിൽ എത്തുന്നത്. 28-ന് ദേശീയഗാനം നടക്കുന്നു, ദേശീയഗാനം ആലപിക്കുന്നു. അതിനും 10 മിനിറ്റുകൾക്ക് ശേഷമാണ് ഹാൾ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഇമെയിൽ സന്ദേശം ഈ സംഘാടകർക്ക് ലഭിക്കുന്നത്. അതിനും അരമണിക്കൂർ മുമ്പ്, അതായത് പരിപാടി തുടങ്ങുന്നതിനും അരമണിക്കൂർ മുമ്പ് ഈ സ്ഥലത്തേക്ക് രജിസ്ട്രാർ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഗവർണർ എത്തുന്നതിന് മുന്നായിട്ടുള്ള പോലീസ് ക്ലിയറൻസും അടക്കം അവിടെ നടക്കുകയും ചെയ്തു. ഇത്തരം നടന്ന് ഗവർണർ എത്തുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് ഈ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നത്. സർവകലാശാല ചട്ടങ്ങളും അതോടൊപ്പം തന്നെ നിയമങ്ങളും അടക്കം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരമൊരു നടപടി രജിസ്ട്രാറുടെ ഭാഗത്തുണ്ടായത്.